ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് സുർക്ക, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി മസാലകൾ കൂട്ടാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതൊന്ന് വരഞ്ഞ് പീസാക്കി എടുത്ത 5 പീസ് ചിക്കനാണ് 1/2 കിലോ ചിക്കൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ശേഷം നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആണ്, ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സൂചനൽ എടുത്തിട്ടുണ്ട്. അതിന് നടുക്ക് ചെറിയൊരു ഇല വെച്ചിട്ടുണ്ട്. ഇല നല്ലപോലെ വാട്ടിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഈ വാഴയിലക്കകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിപ്പഴത്തിൻ്റെ പീസ് 3-4 റൗണ്ട് അരിഞ്ഞത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരല്പം കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയൊരു നാരങ്ങയുടെ മുറി പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ആ നാരങ്ങയുടെ മുറി പിഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ ഈ പൊതിഞ്ഞ ചിക്കൻ, വാഴയിൽ പൊതിഞ്ഞ ഈ ചിക്കൻ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ അത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം, ഇത് വേകുന്നോളം വരെ. അങ്ങനെ നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏറെക്കുറെ ഒരു സൈഡ് ഏറെക്കുറെ വേവായി. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു വെക്കാം. അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചു. നമുക്കിതിനെ ഒന്നും കൂടെ മൂടി വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ ഏറെക്കുറെ റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആ സ്റ്റൗവിലേക്ക് തന്നെ നമ്മളൊരു ഫ്രൈ പാൻ വെക്കണം. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിരിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക്. അങ്ങനെ എണ്ണ ചൂടായി വരുന്നു. നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിപ്പഴം ഓംപ്ലേറ്റ് പോലെ അരിഞ്ഞത്, ഒരു സവോള ഓംപ്ലേറ്റ് പോലെ അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ 2 കഷ്ണം ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ അങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി, ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പേര് ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആണ്. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോള റെഡിയായി വരുന്നു. ഇത് ഒരുപാട് വാടുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് ഇറങ്ങുന്നതാണ് വരാനായിട്ട്. ഒരുപാട് വാടി വരുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാതെ അങ്ങനെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത് ഏറെക്കുറെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. അങ്ങനെ അത് ഏറെക്കുറെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആണ്, നിങ്ങൾ ഫ്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണ്.
ഇതൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ട് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ അകത്തൊരു അല്പം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം കൂടി അതിലേക്ക് വീണിട്ടുണ്ട്. ആ വെള്ളം അതിൻ്റെ അകത്തേക്ക് വീഴണം. അപ്പോൾ നമ്മളിതൊന്ന് ശരിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഈ മസാല എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ യോജിപ്പിക്കുക. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ റെഡിയായി. ഇതിൻ്റെ ആ വെള്ളം ചിക്കൻ വേവിച്ചപ്പോൾ ആ ഇലക്കകത്തുണ്ടായിരുന്ന വെള്ളമാണ്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കളയാൻ പാടില്ല. അതിൻ്റെതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ റെസിപ്പി റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.